ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായി. കൊല്ലം അമൃതപുരിയിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലായിരുന്നു സംഭവം. അക്രമിയായ ബീഹാർ സ്വദേശി സത്മാൻ സിംഗ് മൻ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്ന് അമ്മയെ കാണാനെത്തിയ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആയിരങ്ങൾ അമ്മയുടെ ദർശനപുണ്യം നേടവെയായിരുന്നു അപ്രതീക്ഷിത സംഭവം. ആൾക്കൂട്ടത്തിനിടെ നിന്ന് ഒരാൾ പ്രകോപിതനായി അമ്മയുടെ അടുത്തേക്ക് തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനെ പരുക്കേൽപ്പിച്ചു അക്രമി. ബിഹാറിയായ നിയമ വിദ്യാർത്ഥിയാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മയക്കുമരുന്നിന്റെ സ്വാധീനമാകാം പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് കരുതുന്നു. ഓടി അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസും എല്ലാവരും കൂടി തടഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നു. അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകമെങ്ങുമുള്ള അമ്മയുടെ ഭക്തർ സംഭവത്തിൽ ആശങ്കയിലായി. നേരിട്ടെത്തിയും ഫോൺ വഴിയും വിവരങ്ങൾ അന്വേഷിച്ചു അവർ. പിന്നാലെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അമ്മയെ കാണാനെത്തി. സർക്കാരിന്റെ ഉത്കണ്ഠ പങ്കിട്ടു. സുരക്ഷ ശക്തമാക്കുമെന്ന ഉറപ്പും നൽകി. അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയുകയും ഗവൺമെന്റിനുള്ള ഒരു ഈ കാര്യത്തിലെ ആങ്സൈറ്റി അമ്മയെ അറിയിക്കുകയും ചെയ്യും. ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റിയെ സംബന്ധിച്ച് മഠാധിപതികൾ പറയുകയാണെങ്കിൽ പറയുന്ന രൂപത്തിലുള്ള സെക്യൂരിറ്റി കൊടുക്കും. നിസ്സാരമായി കാണേണ്ടതല്ല സംഭവമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി വ്യക്തമാക്കി. നിസ്സാരമായി കാണേണ്ട ഒരു സംഭവമാണ് തോന്നുന്നില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അത് ഗൗരവമായി തന്നെ കാണണം. പ്രത്യേകിച്ച് ഇന്നത്തെ അന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെതാണെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോഴും എല്ലാം പൊറുക്കുന്ന അമ്മ തികഞ്ഞ ശാന്തതയോടെയാണ് ഈ സംഭവത്തെയും കാണുന്നത്. സ്നേഹം മാത്രം നൽകുന്ന അമ്മയോട് ആർക്കും വിദ്വേഷമുണ്ടാകില്ലെന്ന പ്രതീക്ഷ നിലനിൽക്കുകയുമാണ്. ഹേമന്ത് കുമാർ, അമൃത ന്യൂസ്, കൊല്ലം. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് നേരെയുണ്ടായ ആക്രമണ ശ്രമം അപലപനീയമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അന്വേഷിച്ച് കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അമൃതാനന്ദമയിയുടെ ദർശനത്തിനിടയിൽ ഒരു യുവാവ് സ്റ്റേജിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് അവിടുത്തെ ഭക്തജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന പോലീസ് കൂടെ തടഞ്ഞു. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നടപടി അത് സംബന്ധിച്ച് ഉണ്ടാകും. അമ്മ സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന ഒരു വലിയ സംഘം ആരാധകരുടെ എല്ലാം പ്രതീകമായിട്ടുള്ള ആണ്. അമ്മ സമൂഹത്തിന് ചെയ്യുന്ന വലിയ സേവനങ്ങൾ എല്ലാ വിഭാഗം ആളുകളും ഒരുപോലെ അംഗീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ നേരെ നടത്താൻ ശ്രമിച്ച ഈ ശ്രമം അങ്ങേയറ്റം അപലപനീയമാണ്. അതിനെതിരെ ശക്തമായ നടപടി. അമ്മയ്ക്ക് നേരെയുണ്ടായ ആക്രമണം വേദനാജനകമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇത്തരം സംഭവങ്ങൾക്ക് നേരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോകം മുഴുവൻ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മാതാ അമൃതാനന്ദമയിയുടെ നേരെ അക്രമം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ, കേൾക്കുന്നത് തന്നെ അങ്ങേയറ്റം വേദനാജനകമാണ്. അതാര് ചെയ്താലും ശരി, അത് വളരെ ഹീനമായ നടപടിയാണ്. ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ കേവലം കുറ്റവാസനകളാണ്. ഗവൺമെന്റും അതിനെ ആ തരത്തിലേ കാണുകയുള്ളൂ. വളരെ ശക്തമായ നടപടികൾ ഈ കാര്യത്തിലുണ്ടാവും എന്നുള്ളത് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഉറപ്പ് പറയും. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തിൽ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അപലപിച്ചു. അമ്മയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ സർക്കാരിനോടും ആഭ്യന്തര വകുപ്പിനോടും ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം അമൃതാനന്ദമയി മഠത്തിലെ സംഭവത്തെ അപലപിക്കുന്നതായി ജനതാ പാർട്ടി ദേശീയ അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു. വിഷയത്തിൽ കേരള സർക്കാർ സത്വര നടപടി കൈക്കൊള്ളുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിച്ച ഹിന്ദു മഹാസമ്മേളനത്തിലെ സമാപന യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. by a Hindu saying Jai Shri Ram or Har Har Mahadev, there will be an uproar. I want to know what the government of Kerala is going to do about this incident.
ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് നേരെ നടന്ന അക്രമശ്രമത്തെ സർക്കാർ ഗൌരവത്തോടെ കാണണമെന്ന് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ. അമ്മയ്ക്കും ആശ്രമത്തിനും എല്ലാ സുരക്ഷയും ഉറപ്പാക്കണം. അക്രമിയെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് അന്വേഷണത്തെ ലാഘവത്തോടെ എടുക്കരുതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ അവര് മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞ് വിട്ടയക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ അമ്മയ്ക്കും ആശ്രമത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഫലവത്തായിട്ടുള്ള നടപടികൾ എടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് നേരെയുണ്ടായ ആക്രമണ നീക്കം തീവ്രവാദ ആക്രമണ പദ്ധതിയാണെന്ന് കരുതുന്നതായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സുശികുമാർ അമൃതപുരിയിൽ അഭിപ്രായപ്പെട്ടു. സർക്കാർ സുരക്ഷാ വീഴ്ചയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പ്രസ്താവിച്ചു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മികച്ച ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ലോകമെങ്ങും വളരെ ആദരപൂർവ്വം അങ്ങേയറ്റത്തെ ബഹുമാനത്തോടുകൂടി കണക്കാക്കുന്ന, ആദരിച്ചു വരുന്ന, ആരാധിച്ചു പോരുന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൊട്ടടുത്ത് ഇത്തരത്തിൽ വളരെയേറെ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരിക്കെ ഒരാൾ എങ്ങനെ കടന്നു കയറിയെന്നും അയാളുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഇത്തരത്തിലൊരു സംഭവത്തിലൂടെ അവിടെ എന്ത് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ അന്വേഷണം അനിവാര്യമായി തീർന്നിരിക്കുന്നു.